വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. യൂട്യൂബിൽ ആദ്യമായിട്ട് തന്നെ തന്നെ പറയാം. ഇത് ക്യാരറ്റ് ഹൽവ പുട്ടാണ്. നമ്മൾ ക്യാരറ്റ് പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് വെറുതെ ആയാലും ഈ ഒരു ക്യാരറ്റ് ഹൽവ കൊണ്ട് തന്നെ ആയാലും കഴിക്കാം. കറിയുടെ വേറെ ആവശ്യമൊന്നുമില്ല. അല്ല എങ്കിൽ നമുക്ക് പഴം കൂട്ടിയോ കഴിക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റ് പുട്ടും പഴവും അതുപോലെ തന്നെ ഈ ഒരു ക്യാരറ്റ് ഹൽവയും പപ്പടവും വേണമെങ്കിലൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനിവിടെ പഴത്തിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. വെറുതെ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പഴവും കൂടി കൂട്ടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാവുന്നതാണ്. കറിയുടെ ആവശ്യമൊന്നും തന്നെ വരില്ല. നല്ല രീതിയിൽ തന്നെ കുട്ടികളെല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സ് എന്താണോ ഉള്ളത്, ഇപ്പം ബദാം, കാഷ്യൂ, കിസ്മിസ് ഏതാണോ ഉള്ളത് വളരെ കുറച്ച് മാത്രം. നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന അത്രയൊന്നും ഇതിൽ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ആദ്യം ഞാൻ കാഷ്യൂ ബദാമുമാണ് ഇട്ട്, അതിന് ശേഷം റൈസിൻസ് ഇട്ട്, ഗോൾഡൻ റൈസിൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരുമ്പം ആ ഒരു റൈസിൻസ് നന്നായിട്ട് തന്നെ വീർത്ത് വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഒന്ന് കണ്ടോ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെയ്യിൽ നിന്ന് ഇത് മാറ്റി വെക്കാവുന്നതാണ്. ഞാനൊന്ന് ചരിച്ച് വെച്ചിട്ട് ആ നെയ്യൊക്കെ ഒന്ന് ഊർന്ന് വരുമ്പം ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെയ്യിൽ തന്നെ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം ആ ഒരു നെയ്യ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലിടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതെന്ന് വെച്ചാൽ ഒരു 2 വലിയ ക്യാരറ്റാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒരു 3-4 മിനിറ്റോളം ഒന്ന് ആ ഒരു നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വയ്ക്കരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ടായിരുന്നു ഈ ഒരു അപ്പോൾ 1 കപ്പോളം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൽ ആ ഒരു ക്യാരറ്റ് ഈ ഒരു പാലിൽ കിടന്ന് തന്നെ കുറച്ചൊന്ന് കുക്കായി വരണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് പാലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ക്യാരറ്റില്ലാത്തതുകൊണ്ട് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാലൊക്കെ വറ്റി നല്ലതുപോലെ കുക്കായി തന്നെ വന്നിട്ട് നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇപ്പം. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 3-4 ടീസ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പഞ്ചസാരയൊന്നും ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല, കാരണം പുട്ട് ഉണ്ടാക്കാനാണല്ലോ. ഹൽവ സെപ്പറേറ്റ് മാത്രമല്ല, പുട്ടിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ച് പഞ്ചസാര ഇടുക. മധുരം എത്രത്തോളം വേണമെന്ന് അതനുസരിച്ച് ഇടുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ആ ഒരു പഞ്ചസാര മെൽറ്റായിട്ട് വരും. അതിലേക്ക് കുറച്ച് ഏലക്കയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് നമ്മുടെ ക്യാരറ്റ് ഹൽവയായിട്ട് നന്നായിട്ട് ചേരുന്നവരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലേക്ക് ചെറുതായിട്ട് ഇടാം. ബദാമൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് പുട്ട് തയ്യാറാക്കാവുന്നതാണ്. പുട്ട് പൊടി നമ്മൾ നനച്ചിട്ടില്ലായിരുന്നു, അത് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിങ്ങനെ തന്നെ ഒരു 2-3 മിനിറ്റ് വെക്കുമ്പം നന്നായിട്ട് തന്നെ അബ്സോർബായിട്ട് വരും. നന്നായിട്ട് തന്നെ അബ്സോർബായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ സാധാരണ ഈ ഒരു നമുക്ക് ആദ്യം തോന്നും എന്താ പറയുക, വെള്ളം കൂടിപ്പോയെന്ന്. പക്ഷേ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അബ്സോർബായിട്ട് തന്നെ വരും. അപ്പോൾ ഓരോരുത്തരുടെ പുട്ടിൻ്റെ ഇതനുസരിച്ചായിരിക്കോട്ടോ വെള്ളത്തിൻ്റെയും അളവ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ അതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കൊരു ഏകദേശം ഒരു 5 മിനിറ്റോളം ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അപ്പോൾ നന്നായിട്ട് തന്നെ എന്താ പറയുക, പുട്ട് നന്നായിട്ട് അബ്സോർബായിട്ട് തന്നെ വരും. ഇപ്പം നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് നമുക്കറിയാം, ഇതിലേക്ക് തേങ്ങ
ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ എത്രത്തോളം വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങയാണ് കേട്ടോ നമ്മളിവിടെ ഇടുന്നത്, ഒരുപാട് തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അഥവാ വേണമെങ്കിൽ നെയ്യ് കൂടി ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇങ്ങനെയും കൂടി ഇടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം പുട്ടുപൊടി ഇടാഞ്ഞത്. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഹൽവയുടെ മിക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 സ്പൂണാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്പൂണിന് 1 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിരത്തി വെച്ചിട്ട് ഇതിലേക്ക് മീതെ പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം പുട്ടുപൊടിയും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പം ഇതിനാവശ്യമായ പുട്ടുപൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുക്കർ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുക്കറിൻ്റെ മീതിലേക്ക് ആവി വരുമ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഏകദേശം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഇപ്പോൾ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിത് ഈ ഒരു അളവിൽ എനിക്കിവിടെ ഒരു 3-3.5 ഈ ഒരു രീതിയിൽ 3.5 പുട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ആ ഒരു ക്യാരറ്റ് ഹൽവയുടെ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിന്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. ഇതിൽ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല, മധുരമാണല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. വേണമെങ്കിൽ ഈ പഴം കൂട്ടിയോ അല്ലെങ്കിൽ പപ്പടം കൂട്ടിയോ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൽ പഴവും കൂടി കൂട്ടുന്നുണ്ട്. വേണമെങ്കിൽ പപ്പടവും കൂടി കൂട്ടാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു പ്രത്യേക സ്വാദ് തന്നെയായിരിക്കും. അത് കഴിച്ച് നോക്കുമ്പോഴേ ആ ഒരു സ്വാദ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പുട്ട് കുറച്ച് പഴവും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പഴത്തിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും തന്നെ ഇല്ല. ആ ഒരു തേങ്ങയും ആ ഒരു ക്യാരറ്റ് ഹൽവയും പുട്ടും കൂടി ചേർത്ത് തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ നമ്മൾ പഴവും കൂടി ചേർക്കുമ്പം ഈ പായസത്തിൽ പഴം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളുടെ ഈ ക്യാരറ്റ് ഹൽവയും പുട്ടും പഴവും കൂടി കൂട്ടി കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്താൽ ഇനിയും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂട്യൂബിൽ തന്നെ ആദ്യമായി എന്ന് തന്നെ പറയാം, ഈ ഒരു ക്യാരറ്റ് ഹൽവ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.